അൺബയാസ്നെസ്സിനെ ബേസ് ചെയ്തിട്ടുള്ള അടുത്ത പ്രോബ്ലം നോക്കാം. പ്രോബ്ലം x1, x2, etc. xn is a random sample from a population following Poisson distribution with parameter lambda. Suggest any 3 unbiased estimators of lambda. നമുക്ക് ഒരു പോപ്പുലേഷൻ ഉണ്ട്. ആ പോപ്പുലേഷൻ എന്താണ്? ഒരു പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്ന പോപ്പുലേഷനാണ്. പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ പാരാമീറ്റർ ലാംഡ ആണ്. എന്താണ്? ഒരു പോപ്പുലേഷൻ ഉണ്ട്. ആ പോപ്പുലേഷൻ ഫോളോ ചെയ്യുന്നത് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനാണ്. പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ പാരാമീറ്റർ ലാംഡ ആണ്. നമ്മൾ ഈ പോപ്പുലേഷനിൽ നിന്ന് ഒരു റാൻഡം സാമ്പിൾ എടുക്കുന്നു. സാമ്പിൾ x1, x2 ആൻഡ് സോ ഓൺ ടിൽ xn. നമ്മൾ ഈ പോപ്പുലേഷനിൽ നിന്നൊരു സാമ്പിൾ എടുത്തു. ഓക്കെ, നമ്മൾ ഇനി എന്ത് ചെയ്യണം? സജസ്റ്റ് എനി 3 അൺബയാസ്ഡ് എസ്റ്റിമേറ്റേഴ്സ് ഓഫ് ലാംഡ. ലാംഡയ്ക്ക് നമ്മൾ 3 അൺബയാസ്ഡ് എസ്റ്റിമേറ്റേഴ്സ് സജസ്റ്റ് ചെയ്യണം. ഓക്കെ, സോ എങ്ങനെയാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാമെന്ന് നോക്കാം. Since xi is a random observation from a Poisson population with parameter lambda, expectation of xi is equal to lambda. ഈ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ പാരാമീറ്റർ ലാംഡ ആണ്. സോ എക്സ് ഐ എന്താണ്? ഈ പോയ്സോൺ പോപ്പുലേഷൻ എടുത്തിട്ടുള്ള ഒരു ഒബ്സർവേഷനാണ്. സോ ഈ എക്സ് ഐൻ്റെ എക്സ്പെക്റ്റഡ് വാല്യൂ എന്തായിരിക്കും? ലാംഡ തന്നെയായിരിക്കും. ഈ പോയ്സോൻ്റെ പാരാമീറ്റർ ലാംഡ ആണല്ലോ. സോ അതിൻ്റെ എക്സ് ഐസിൻ്റെ എക്സ്പെക്റ്റേഷനും ലാംഡ തന്നെയായിരിക്കും. സോ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഐ ഇസ് ഈക്വൽ ടു ലാംഡ. ഐ വാല്യൂ എന്താവാം? 1 ആവാം, 2 ആവാം ആൻഡ് സോ ഓൺ ടിൽ n ആവാം. നമുക്ക് എന്ത് കിട്ടി? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഐ ഇസ് ഈക്വൽ ടു ലാംഡ എന്ന് കിട്ടി. ഓക്കെ, കാരണം പോയ്സോണിൻ്റെ പാരാമീറ്റർ ലാംഡ ആണെങ്കിൽ അതിൻ്റെ എക്സ്പെക്റ്റേഷൻ ലാംഡ ആണ്. ഓക്കെ, പിന്നെ പോയ്സോണിന് വേറൊരു പ്രോപ്പർട്ടി ഉണ്ടല്ലോ, പോയ്സോണിൻ്റെ വേരിയൻസും എന്ത് തന്നെയായിരിക്കും? ലാംഡ തന്നെയായിരിക്കും. പക്ഷേ അത് ഈ പ്രോബ്ലത്തിൽ നമുക്ക് ആവശ്യമില്ല. ഓക്കെ, സോ നമ്മൾ T1 ഇസ് ഈക്വൽ ടു x1 എന്നുള്ളൊരു എസ്റ്റിമേറ്റർ എടുത്തെന്ന് വിചാരിക്കുക. സോ എക്സ്പെക്റ്റേഷൻ ഓഫ് T1 കമ്പ്യൂട്ട് ചെയ്യുക. എക്സ്പെക്റ്റേഷൻ ഓഫ് T1 എന്താ വരിക? എക്സ്പെക്റ്റേഷൻ ഓഫ് x1. എക്സ്പെക്റ്റേഷൻ ഓഫ് x1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാംഡ ആണ്. കാരണം എക്സ്പെക്റ്റേഷൻ ഓഫ് xi ലാംഡ ആണെന്ന് പറഞ്ഞില്ലേ, ഫോർ i ഇസ് ഫ്രം 1 to n. സോ എക്സ്പെക്റ്റേഷൻ ഓഫ് x1 ഇസ് ഈക്വൽ ടു ലാംഡ എന്ന് കിട്ടി. സോ എന്താണ്? T1 ഇസ് ആൻ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ഫോർ lambda. Expectation of T1 is equal to lambda എന്ന് കിട്ടി. സോ T1 is an unbiased estimator for lambda. ഇനി എന്തെടുക്കുക? T2 നമ്മൾ x1 plus x2 by 2 എന്നെടുത്തു. ഇനി എക്സ്പെക്റ്റേഷൻ ഓഫ് T2 കമ്പ്യൂട്ട് ചെയ്യുക. എക്സ്പെക്റ്റേഷൻ ഓഫ് T2 എന്ന് പറയുമ്പോൾ എന്താണ്? എക്സ്പെക്റ്റേഷൻ ഓഫ് T2 എന്ന് പറയുമ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് x1 plus x2 divided by 2. That is 1/2 of expectation of x1 plus expectation of x2. Expectation of x1 എന്താണ്? ലാംഡ ആണ്. എക്സ്പെക്റ്റേഷൻ ഓഫ് x2 എന്താണ്? ലാംഡ ആണ്. സോ എക്സ്പെക്റ്റേഷൻ ഓഫ് x1 ലാംഡ പ്ലസ് എക്സ്പെക്റ്റേഷൻ ഓഫ് x2 ലാംഡ. ലാംഡ പ്ലസ് ലാംഡ ഡിവൈഡഡ് ബൈ 2. 2 ലാംഡ ഡിവൈഡഡ് ബൈ 2 ലാംഡ എന്ന് കിട്ടും. ഓക്കെ, ഇനി എന്താണ്? എക്സ്പെക്റ്റേഷൻ ഓഫ് Tn. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇനി T3 കണ്ടുപിടിക്കാം. T3 എന്ന് പറയുന്നത് x1 പ്ലസ് x2 പ്ലസ് x3 ഡിവൈഡഡ് ബൈ 3 എന്ന് എടുക്കാം. ചെയ്തു നോക്ക്. ഇനി നമ്മൾ എക്സ്പെക്റ്റേഷൻ ഓഫ് T3 കണ്ടിട്ടുണ്ടെങ്കിൽ എന്താ വരിക? എക്സ്പെക്റ്റേഷൻ ഓഫ് x1 അത് ലാംഡ, എക്സ്പെക്റ്റേഷൻ ഓഫ് x2 അതും ലാംഡ, എക്സ്പെക്റ്റേഷൻ ഓഫ് x3 അതും ലാംഡ ഡിവൈഡഡ് ബൈ 3. സോ 3 ലാംഡ ഡിവൈഡഡ് ബൈ 3 ലാംഡ എന്ന് കിട്ടും. സോ T3 ഈസ് എൻ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ഫോർ ലാംഡ. ഓക്കെ, ഇനി നമ്മൾ ജനറലൈസ് ചെയ്തിട്ട് നമുക്ക് Tn എഴുതാണ്. Tn ഇസ് ഈക്വൽ ടു x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര പ്ലസ് xn ഡിവൈഡഡ് ബൈ n. ഇനി നമ്മൾ എക്സ്പെക്റ്റേഷൻ ഓഫ് Tn കാണാണ്. ദാറ്റ് ഇസ് എക്സ്പെക്റ്റേഷൻ ഓഫ് x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര പ്ലസ് xn ഡിവൈഡഡ് ബൈ n. ഈ 1/n കോൺസ്റ്റൻ്റ് ആണ്. എക്സ്പെക്റ്റേഷന് പുറത്തേക്ക് എടുത്തു. സോ ഇങ്ങനെ കിട്ടും 1/n ഓഫ് എക്സ്പെക്റ്റേഷൻ ഓഫ് x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര പ്ലസ് xn എന്ന് കിട്ടും. എക്സ്പെക്റ്റേഷൻ ഓരോ ടേമിനും കൊടുക്കുകയാണ്. എക്സ്പെക്റ്റേഷൻ x1 പ്ലസ് എക്സ്പെക്റ്റേഷൻ x2 പ്ലസ് എക്സെട്ര പ്ലസ് എക്സ്പെക്റ്റേഷൻ xn. ദ ലാസ്റ്റ് ടേം എക്സ്പെക്റ്റേഷൻ xn ആണ് കേട്ടോ, ഡിവൈഡഡ് ബൈ n. ഇതെന്താണ്? എക്സ്പെക്റ്റേഷൻ ഓഫ് x1 ലാംഡ, എക്സ്പെക്റ്റേഷൻ ഓഫ് x2 ലാംഡ, അങ്ങനെ എക്സ്പെക്റ്റേഷൻ ഓഫ് xn ലാംഡ. സോ നമുക്കിവിടെ ലാംഡ n ടൈംസ് ഉണ്ട്. സോ n ലാംഡ ഡിവൈഡഡ് ബൈ n സോൾവ് ചെയ്യുമ്പോൾ ലാംഡ കിട്ടും. സോ എക്സ്പെക്റ്റേഷൻ ഓഫ് Tn ഇസ് ഈക്വൽ ടു ലാംഡ എന്ന് കിട്ടിയില്ലേ. സോ Tn ഇസ് എൻ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ഫോർ ലാംഡ എന്ന് കിട്ടി. നമ്മളടുത്ത് എന്താണ്? ഏതെങ്കിലും ലാംഡയ്ക്കുള്ള ഏതെങ്കിലും 3 അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ പറയാനാണ് പറഞ്ഞത്. സോ T1 വിച്ച് ഇസ് ഈക്വൽ ടു x1 ഇസ് എൻ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ഫോർ ലാംഡ. T2 x1 പ്ലസ് x2 ബൈ 2 ഇസ് എൻ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ഫോർ ലാംഡ. പിന്നെ നമ്മൾ Tn എടുത്തിട്ടുണ്ട്. x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര പ്ലസ് xn ഇസ് എൻ ഡിവൈഡഡ് ബൈ n ഇസ് എൻ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ഫോർ ലാംഡ. അതേമാതിരി T3 എടുത്തു വിചാരിക്കുക. x1 പ്ലസ് x2 പ്ലസ് x3 ഡിവൈഡഡ് ബൈ 3. T3 എന്താണ്? ഒരു അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആണ് ലാംഡയ്ക്ക്. ഇനി നിങ്ങൾ T4 എടുത്തു നോക്കുക. അതായത്
T4 എന്നുള്ളത് x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് x4 ഡിവൈഡഡ് ബൈ 4. ഈ T4 എന്താണ്? അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ഫോർ ലാംഡ ആണ്. ഓക്കെ, ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യേണ്ടത്. ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ ലാംഡ തന്നു. അങ്ങനെയാണെങ്കിൽ ആ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്ന പോപ്പുലേഷൻ നമ്മളൊരു സാമ്പിൾ എടുത്തില്ലേ, ആ സാമ്പിൾ x1 x2 ആൻഡ് സോ ഓൺ ടിൽ xn ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിലെ xi's എക്സ്പെക്റ്റേഷൻ ലാംഡ ആണ് എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് ഈ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്.